അങ്ങനെ നമ്മുടെ ലബൂബു ഗിവ് അവേനെ വിന്നർ ആരാന്ന് അറിയണ്ടേ? യെസ്, അപ്പോൾ അതാണ് നമ്മളിന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്ന ലബൂബു ഗിവ് അവേനെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ലോങ് വീഡിയോ പോയി കണ്ടതിന് ശേഷം അതിൽ ഞാൻ മെൻഷൻ ചെയ്യുന്ന 3 സൈറ്റിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞിട്ട് അത് ലോങ് വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പലരും കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ ഷോർട്ട് വീഡിയോന് താഴെ തന്നെയാണ് കമൻറ്റ് ഇട്ടത്. അതിന് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ മുഴുവൻ കാണാത്തതിനെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റ് സെലക്ട് ചെയ്തിട്ടില്ല. ഞാൻ ലോങ് വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു 300 കമൻറ്റ്സ് എങ്ങാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത 3 പേരെയാണ് കേട്ടോ നമ്മുടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചത്. അതായത് നമ്മൾ ലോട്ട് ഇട്ടിട്ടാണ് ഇത്തവണ നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുറച്ച് ഡിഫറൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ എല്ലാ കമൻസും വായിച്ചിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഏറ്റവും നല്ല കമൻസ് ആയിട്ട് തോന്നിയിട്ടുള്ള 3 കമൻസാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ലോട്ട് ഇട്ടിട്ട് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒരു വിന്നറിനെയാണ് നമ്മൾ ഇപ്രാവശ്യം സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനത് 3 പേരുടെയും പേര് ഈ ഒരു പേപ്പറിൽ ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ എടുത്ത പേപ്പറിൽ ഒരു കളറിൻ്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ മറിച്ച് മടക്കിയത് കേട്ടോ. ഇനിയിപ്പോൾ അത് കളർ നമ്മൾ അടയാളം ഇട്ട് വെച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കരുതല്ലോ, അത് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് ആരും വീഡിയോ കാണാത്തതിനെ കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഗിവ് അവേ ചെയ്യുമ്പോൾ നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ചെയ്യാത്തതിനെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അബദ്ധം നിങ്ങൾക്ക് സംഭവിച്ചു പോയത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഗിവ് അവേ നടത്തുമ്പോൾ നിങ്ങളത് ഫുള്ള് കേട്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് 3 പേരെ വീണ്ടും ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. ഞാൻ ജാറിൻ്റെ അകത്തേക്ക് ഇടുമ്പോൾ പേരൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്നാലും ഞാൻ ജാറിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ടാണ് നമ്മുടെ ആ ഒരു വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് അവർ വിന്നർ ഈസ് കവായ് കാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ ഷെൻസ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഷെൻസ, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഷെൻസ എന്നെ വേഗം ഇൻസ്റ്റഗ്രാമിൽ ദീജൂസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാമിലോ നമ്മുടെ ഇമെയിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിങ്ങിൽ കൊടുക്കാം, അതിലോ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പോൾ ഈ ഒരു ലഫൂഫു ഷെൻസയ്ക്കുള്ളതാണ്. കൺഗ്രാജുലേഷൻസ്. ആൻഡ് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട, അടുത്ത ഗീവ് ഒക്കെ വരുന്നത്.